അൻവറിനെ യു.ഡി.എഫിൽ എടുത്താൽ തന്നെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ കൈ കെട്ടിയിടാൻ തങ്ങൾക്ക് അറിയാമെന്ന് സതീശനും ടീമും തെളിയിച്ചു. അൻവറിന് തെറ്റിയത് എവിടെയാണ്? സണ്ണി വക്കീലും സതീശനും ഷാഫിയും അനിൽകുമാറും എല്ലാം കർശന നിലപാടെടുത്തു. സതീശനും കൂട്ടരും ഇവിടെ ചെയ്യുന്ന പണിക്ക് അവിടെ ഇരുന്ന് പിന്തുണയ്ക്കുന്ന അതേ കേസിയെ കണ്ട് കാര്യങ്ങൾ ശരിയാക്കാമെന്നാണ് അൻവർ ഇപ്പോൾ വിചാരിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം കോശി എന്നേ പറയാനുള്ളൂ. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യം PV അൻവറിന്റെ ഒരു പരിണാമത്തിന്റെ വീഡിയോ കാണാം. ഹിന്ദി ഒരു അക്ഷരം അറിയാത്ത, ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലാണ് അനുഭവിക്കുന്നത്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിന് ഒരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ അറിയാം, അക്ഷരാർത്ഥത്തിൽ PV അൻവർ കരയുകയാണ്. എനിക്ക് കുപ്പായമില്ല, അതിടാൻ അവസരം തരണം. സതീശൻ ചെളിവാരി എറിഞ്ഞ് ദയാവധത്തിന് വിട്ടുകൊടുത്തു, തെരുവിൽ നിർത്തി, കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ്, കത്രികപ്പൂട്ടിട്ട് പൂട്ടാൻ നോക്കുകയാണ്. തൻ്റെ പാർക്ക് പോയി, ബിസിനസ് തകർന്നു, ഗൺമാന്മാരെ പിൻവലിച്ചു, എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ ഒരു ടോണിലായിരുന്നു അൻവറിന്റെ സംസാരം. മാത്രമല്ല, ഇനി രക്ഷ KC വേണുഗോപാലാണെന്നും അൻവർ പറയുകയാണ്. ഏത് KC വേണുഗോപാൽ? പണ്ട് ഹിന്ദി പോലും അറിയാതെ കോൺഗ്രസിനെ കുഴിയിൽ ചാടിക്കുന്നുവെന്ന് അൻവർ ആരോപിച്ച അതേ KC വേണുഗോപാൽ. ആ KC ഇന്നിപ്പോൾ അൻവറിന് ദൈവമാണ്. അവസാനത്തെ കാലുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് അഭിമാനിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തോ ചെയ്തു കളയുമെന്ന് പറഞ്ഞു നിന്ന അൻവറിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചല്ലോ. അതായത് കോൺഗ്രസിന്റെ കാല് പിടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചല്ലോ. അൻവർ വിചാരിച്ചു പിണറായി വിജയനെ കുറെ തെറി വിളിച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ UDF അങ്ങ് വാരി പുണരുമെന്ന് വിചാരിച്ചു. പണ്ട് പിണറായിക്കൊപ്പം അപ്പുറത്ത് നിന്ന് ഇവിടെയുള്ളവരെ, പ്രത്യേകിച്ച് VD സതീശനെ തെറി വിളിച്ചതൊക്കെ അവരങ്ങ് മറക്കുമെന്ന് അൻവർ വിചാരിച്ചു. അതുമാത്രമല്ലല്ലോ, ഇവിടെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDFന്റെ പടി പോലും എത്താതെ അൻവർ പ്രഖ്യാപിച്ചു കളഞ്ഞില്ലേ. അന്നേ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശൻ ഓങ്ങി വെച്ചതാണ്. അത് മനോഹരമായി സതീശനും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വവും അങ്ങ് ചെയ്തു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അൻവറിനെ UDFിൽ എടുത്താൽ തന്നെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ കൈ കെട്ടിയിടാൻ തങ്ങൾക്ക് അറിയാമെന്ന് സതീശനും ടീമും തെളിയിച്ചു. അൻവറിന് തെറ്റിയത് എവിടെയാണ്? അൻവർ വിചാരിച്ചു രമേശ് ചെന്നിത്തലയെയും K മുരളീധരനെയും K സുധാകരനെയും കയ്യിലെടുത്താൽ UDFിൽ കയറിപ്പറ്റാമെന്ന്. കാരണം അവരുമായി അൻവറിന് നേരത്തെ തന്നെയുള്ള ഒരു I ഗ്രൂപ്പ് ബന്ധവുമുണ്ട്. അവർ പറഞ്ഞിട്ടാണ് അൻവർ പോയി വേറെ പാർട്ടിയിൽ ചേർന്നത്. പക്ഷേ അവർ പോലും വിചാരിക്കാത്ത ഒരു കാര്യം അൻവർ ചെയ്തു കളഞ്ഞു. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന് ചെന്നിത്തലയോ സുധാകരനോ K മുരളീധരനോ വിചാരിച്ചില്ല. അതാണ് അൻവറിന് കിട്ടിയ ഒന്നാമത്തെ പണി. തൃണമൂലിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ AICC നേതൃത്വം എതിർപ്പറിയിച്ചു. അതിനുള്ള പണി സതീശനും കൂട്ടരും ഇവിടെ നിന്ന് എടുത്തു എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനുള്ള ആദ്യ പണി തൃണമൂലിന്റെ രൂപത്തിലാണ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ പണി, അത് KPCC നേതൃത്വം മാറിയതാണ്. സണ്ണി ജോസഫ് വന്നതോടെ കാര്യങ്ങൾ അൻവറിന് അനുകൂലമല്ലാതെയായി മാറി. സണ്ണി വക്കീൽ സുധാകരന്റെ അടുത്ത ആളാണ് എങ്കിലും നിലപാടിൽ അത് സ്വാധീനിക്കില്ല എന്ന് പലപ്പോഴും അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. സണ്ണി വക്കീലും സതീശനും ഷാഫിയും അനിൽകുമാറും എല്ലാം കർശന നിലപാടെടുത്തു. അതായത് അൻവറിന്റെ സമ്മർദ്ദത്തിൽ വീഴേണ്ട. അങ്ങനെ അൻവർ പറഞ്ഞ VS ജോയിയെ ഒഴിവാക്കി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിലേക്ക് അയച്ചു. അവിടെ നിന്ന് അത് കാത്തിരുന്നത് പോലെ KC വേണുഗോപാൽ ആ കത്തിന് ഉടനടി അനുമതിയും നൽകി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുത്ത ശുപാർശയ്ക്ക് അനുമതിയും നൽകി. സതീശനും കൂട്ടരും ഇവിടെ ചെയ്യുന്ന പണിക്ക് അവിടെ ഇരുന്ന് പിന്തുണയ്ക്കുന്ന അതേ കേസിയെ കണ്ട് കാര്യങ്ങൾ ശരിയാക്കാമെന്നാണ് അൻവർ ഇപ്പോൾ വിചാരിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം കോശി എന്നേ പറയാനുള്ളൂ. കാരണം അൻവറിന്റെ പോയ കോടാലി കണക്കുള്ള വാക്കിനും പ്രവൃത്തിക്കും പണി വന്നത് അങ്ങ് ഡൽഹിയിൽ നിന്ന് തന്നെയാണെന്നാണ് കോൺഗ്രസിന്റെ അണിയറയിൽ നടക്കുന്ന സംസാരം. അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ അംഗീകരിക്കാത്തത് കോൺഗ്രസ് ഈ അടുത്ത കാലത്തെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണെന്നാണ് കോൺഗ്രസ് അണികൾ തന്നെ പറയുന്നത്. അൻവറിനെ UDFിൽ എടുക്കരുതെന്ന് അഭിപ്രായമുള്ളവരാണ് കോൺഗ്രസ് അണികളിൽ കൂടുതൽ പേരും. സംസാരിക്കുന്നവരെല്ലാം പറയുന്നത് അൻവറിനെ എടുക്കേണ്ട യാതൊരു കാര്യവും UDFിന് ഇല്ല എന്നാണ്. നിലമ്പൂരിലേക്ക് ജോയിയുടെ പേര് അൻവർ പറഞ്ഞതിലും ചില തന്ത്രങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. അതായത് ജോയി അവിടെ നിന്ന് തോറ്റാൽ പിന്നെ അൻവറിന് അടുത്ത തവണ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കാം.
പക്ഷേ ആര്യാടൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ നിന്നാൽ ജയിക്കും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് അൻവർ ജോയിയുടെ പേര് പറഞ്ഞത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് ജയിച്ചാൽ പിന്നെ അൻവർ നിലമ്പൂർ സ്വപ്നം കാണേണ്ട. എന്തായാലും ഇപ്പോഴത്തെ അൻവറിന്റെ അവസ്ഥയിൽ ഓർമ്മ വരുന്നത് കെ ചന്ദ്രപ്പൻ, അതായത് കെ ചന്ദ്രപ്പൻ എന്ന് പറയുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മരിച്ചുപോയ സഖാവാണ്. അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇക്കാര്യം. AIYF നേതാവ് TT ജിസ്മോൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അൻവറിനെ കുറിച്ചുള്ള ഒരു കഥയാണ്, അതിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIയുടെ ഏറനാട് സീറ്റ് നേടിയെടുക്കാൻ PV അൻവർ CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CK ചന്ദ്രപ്പനെ കാണാൻ പോയി. പക്ഷേ ചന്ദ്രപ്പൻ സഖാവ് അൻവറിനെ കൃത്യമായി മനസ്സിലാക്കി ഗെറ്റ് ഔട്ട് അടിച്ചുവെന്ന് ജിസ്മോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. തുടർന്ന് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായ ചന്ദ്രപ്പൻ സഖാവിനെതിരെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പ്രചരിപ്പിച്ച ശേഷം ഏറനാട് സ്വതന്ത്ര വേഷത്തിൽ വോട്ട് തേടി അൻവർ എത്തി. ചന്ദ്രപ്പൻ സഖാവിന്റെ ദീർഘവീക്ഷണം ശരിയായില്ലെന്ന് വിലയിരുത്തിയ ചില നിഷ്കളങ്കർ കൈമെയ് മറന്നൊന്ന് സഹായിച്ചപ്പോൾ അൻവർക്ക് രണ്ടാമതും CPIക്കാരനായ ഇടത് സ്ഥാനാർത്ഥി നാലാമതുമായി. തുടർന്ന് 2011 വയനാട്ടിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും CPI സ്ഥാനാർത്ഥിയുടെ തോൽവിയുടെ കാരണക്കാരനായി അൻവർ സ്വതന്ത്ര വേഷത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ജിസ്മോൻ ഓർമ്മിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ പണമിറക്കി വോട്ട് പിടിച്ച് തന്റെ ജനപിന്തുണ ബോധ്യപ്പെടുത്തി മുന്നണി സീറ്റ് തരപ്പെടുത്താനുള്ള നാലാംകിട തന്ത്രമായിരുന്നു ഇതെന്ന് തിരിച്ചറിയാതെ അൻവറിന് 2016 2011 നിലമ്പൂർ സീറ്റ് നൽകുന്നതാണ് പിന്നീട് നാം കണ്ടത് എന്നാണ് ജിസ്മോൻ പറയുന്നത്. രാഷ്ട്രീയ വിദ്യാഭ്യാസവും പ്രത്യയശാസ്ത്ര പ്രബുദ്ധതയും ലവലേശം തൊട്ടു തീണ്ടാത്ത അൻവർ പാർട്ടിക്കും മുന്നണിക്കും ഭരണത്തിനും തന്റെ അജണ്ടകൾക്കനുസൃതമായി നിർവചനം കുറിച്ചപ്പോൾ പലരും അപകടം മണത്തു, സടകുടഞ്ഞ് എഴുന്നേറ്റു. 2011 സഖാവ് CK ചന്ദ്രപ്പനുണ്ടായ വിവേകം അല്പം വൈകിയാണെങ്കിലും ഒടുവിൽ പലർക്കും ഉണ്ടായി എന്നാണ് ജിസ്മോൻ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ വഴിയാധാരമായ PV അൻവറിന്റെ ഒടുവിലത്തെ പരിണാമം എന്താണെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ആദ്യം കോൺഗ്രസ്, പിന്നെ DIC, അത് കഴിഞ്ഞ് ഇടത് സ്വതന്ത്രൻ, CPM അനുഭാവി, പെട്ടെന്ന് ഒരു ദിവസം പിണറായി വിരുദ്ധനാകുന്നു, പിന്നെ കേരള DMK രൂപീകരിക്കുന്നു, തമിഴ്നാട് DMKയിൽ പരിണമിക്കാനുള്ള നീക്കം നടത്തുന്നു, അത് പാളി, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ആയി പരിണമിച്ചു. ഇനിയിപ്പോൾ UDF വാതിൽ അടച്ചാൽ അൻവറിന്റെ പരിണാമം എങ്ങോട്ട്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അടുത്ത ദിവസം തന്നെ അതിന്റെ ഉത്തരം കിട്ടുമായിരിക്കാം. ഒരുപക്ഷെ UDFിലേക്ക് അൻവറിനെ എടുക്കുമായിരിക്കാം. പക്ഷേ അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടർ അല്ല എന്നുള്ള കാര്യം UDF നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അവർ അത് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെല്ലാം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും അൻവറിന്റെ അവസ്ഥ? അതാണ് ഇനി രാഷ്ട്രീയ കേരളം കാണാനിരിക്കുന്നത്. അൻവറിനെ UDFിൽ എടുക്കുമോ? എടുത്താൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമന്റ് ബോക്സിൽ കുറിക്കൂ. എന്തായാലും പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിൽ വാട്സപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.